ഹാഷിം അംലയെ സംബന്ധിച്ച് എത്ര ആളുകൾക്കറിയാം? ക്രിക്കറ്റ് കളി കാണുന്ന നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഹാഷിം അംല സൗത്ത് ആഫ്രിക്കയിലെ ക്രിക്കറ്റ് താരമാണ്. ഹാഷിം അംല സൗത്ത് ആഫ്രിക്കയിലെ ആ കളിക്കാരെ സംബന്ധിച്ചറിയാം, ഒരുപാട് വെളുത്ത വർഗ്ഗക്കാരുള്ള ടീമാണ്, ലോകത്തിലെ ഉന്നതമായ ടീമുകളിലൊന്ന്. ഈ മാസം ഒരു വാർത്തയുണ്ടായിരുന്നു. അതായത് ക്രിക്കറ്റിന്റെ ഇതിഹാസമായ വെസ്റ്റ് ഇൻഡീസിലെ വിവിൻ റിച്ചർഡിന്റെ വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റില് 4000 റൺസ് തികച്ച ആ റെക്കോർഡ് ഹാഷിം അംല ഭേദിച്ചു. 7 ഇന്നിങ്സിന്റെ മുൻപിൽ ഭേദിച്ചു. പക്ഷെ നിങ്ങൾ സ്വാഭാവികമായി ചോദിക്കും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കാര്യം ഇവിടെ പറയേണ്ടത് എന്താണ്? പറയണം. അദ്ദേഹത്തിന്റെ ചിത്രം നിങ്ങളൊന്ന് കാണുക. ഇത്രയാണ് താടി, യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക വേഷം. കളിസ്ഥലങ്ങളിൽ മറ്റുള്ള കളിക്കാരുടെ പാശ്ചാത്യ വേഷം ധരിച്ച ഭാര്യമാരിയ്ക്കുമ്പോൾ ഹാഷിം അംലയുടെ ഭാര്യ ഇരിക്കുന്നുണ്ടാകും ഇസ്ലാമിക വേഷം ധരിച്ച്. വാസ്തവത്തിൽ മുഖം പോലും മൂടിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം കളിക്കുന്ന ആ ടീമും ലോകപ്രസിദ്ധമായൊരു മദ്യവിൽപ്പന കമ്പനിയുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇവരുടെ ജേഴ്സികളിൽ ആ മദ്യ കമ്പനിയുടെ എംബ്ലം വെക്കണം. ഹാഷിം അംല പറഞ്ഞു, പറ്റില്ല. ടീം മാനേജ്മെന്റ് പറഞ്ഞു, നിങ്ങളത് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, സാധ്യമല്ല. എങ്കിൽ എല്ലാ മാസവും 30,000 രൂപ പിഴയടക്കണം. അദ്ദേഹം അതിന് തയ്യാറായി. നിങ്ങൾ കളി കാണുമ്പോഴറിയാം, ഒരേ ടീമിലെ ജേഴ്സികളാണ്. ഹാഷിം അംലയുടെ ജേഴ്സിയിൽ ആ മദ്യ വിൽപ്പനയുടെ ആ എംബ്ലമില്ല. അദ്ദേഹത്തിന്റെ ജീവിതം കണ്ടിട്ടാണ് വെളുത്ത വർഗ്ഗക്കാരനായ സൗത്ത് ആഫ്രിക്കയിലെ ഫാസ്റ്റ് ബൗളർ ഉണ്ട്, വെയിൻ ഡില്ലൻ എന്ന് പറയും. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അതിനുശേഷം ഒരിറ്റ് മദ്യം പോലും അദ്ദേഹം രുചിച്ചിട്ടില്ല. ഇതാണ് ഒരു സംസ്കരണത്തിന് വിധേയമാകുക എന്ന് പറയുന്നത്. അത് വിധേയമാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഈ അടുത്ത കാലത്ത് പിറ്റ്സ്ബർഗിൽ, അമേരിക്കയിലെ പിറ്റ്സ്ബർഗിലും മറ്റുള്ള പട്ടണങ്ങളിലും ചില സംഭവങ്ങളുണ്ടായി. കാൽനടക്കാരായിട്ടുള്ള യാത്രക്കാരെ ആരോ വന്ന് ഇടിച്ചു വീഴ്ത്തുന്നു. പല പട്ടണങ്ങളിലും ഇത് അരങ്ങേറിയപ്പോൾ പോലീസുകാർ ഊർജിതമായി അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം നടത്തിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം ലഭിച്ചത്. കാരണം ഇടികൊണ്ടിട്ട് പലരും മരിച്ചു, പലരും ഓർമ്മ നഷ്ടപ്പെട്ട് കിടന്നു, പലർക്കും ഗുരുതരമായ പരിക്കേറ്റു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി, കുട്ടികൾക്കിടയിലും യുവാക്കൾക്കിടയിലുമുള്ളൊരു മത്സരമാണ്. അപരിചിതരായ കാൽനടക്കാരെ ഒറ്റയിടിക്ക് കൊന്നാൽ ഇത്ര പോയിന്റ്, ഓർമ്മ കെടുത്തിയാൽ ഇത്ര പോയിന്റുകൾ. നിങ്ങളൊന്ന് ആലോചിക്കുക. 3-4 ദിവസങ്ങൾക്ക് മുൻപ് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു പത്ര റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ആ പത്ര റിപ്പോർട്ട്. അവിടെ 2 ആളുകൾ, ഒരു ബാർബർ എന്ന് പറയുന്ന എലിറ്റ് ബാർബർ എന്നതാണ് ഭർത്താവിൻ്റെ പേര്, മെറിൻഡ എന്നതാണ് ഭാര്യയുടെ പേര്. വിവാഹത്തിന്റെ 3ാമത്തെ ആഴ്ച, 3ാം വർഷമല്ല, അവരൊന്ന് ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? അവരാഘോഷിക്കുവാൻ തീരുമാനിച്ചത് ഒരാളെ കൊന്നുകളയാം. അങ്ങനെ അവരുടെ SUV വാഹനത്തിൽ ഭർത്താവ് പുറകിൽ ഒളിച്ചിരുന്നു. ഭാര്യ മിറന്റെ കാർ ഓടിച്ചു. വഴിയിൽ കണ്ട ലാ ഫെറാറെ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ കാറിൽ പിടിച്ചിരുത്തി. ഭർത്താവ് പതുക്കെ മുകളിലേക്ക് ഉയർന്ന് നാടൻ മുണ്ടെടുത്ത് കഴുത്ത് ഞെരിച്ച് ഭാര്യ 20 തവണ കുത്തിക്കൊന്നു. ഇതാണ് ആധുനിക ലോകത്തിന്റെ പോക്ക്. എന്നിട്ടും അവർക്ക് ഇസ്ലാമിക സംസ്കാരത്തോട് പുച്ഛമാണ്. പക്ഷേ മുസ്ലിങ്ങളായ നമുക്ക് വേണ്ടി അഭിമാനം, നമുക്കുണ്ടാകേണ്ട അഭിമാനം. ഇസ്ലാം ചൂതാട്ടം നിരോധിച്ചിരിക്കുന്നു. എന്താണ് ചൂതാട്ടം നിരോധിച്ചിരിക്കുന്നത്? അത് വ്യക്തിക്കും, വ്യക്തി ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും, സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യത്തിനും ഒന്നും ഒരു നേട്ടമുണ്ടാക്കില്ല. പെണ്ണും മദ്യവുമെല്ലാം ഒഴുകുന്ന കസിനോകൾ മുതൽ കുതിരപ്പന്തയങ്ങളും കോഴിപ്പന്തയങ്ങളും ഫുട്ബോൾ, ബേസ്ബോൾ, ബാസ്കറ്റ്ബോൾ കളികളിലെ വാതുവെപ്പും എല്ലാം നമുക്കറിയാവുന്നതാണ്. എന്താണ് ചൂതാട്ടത്തിന്റെ പ്രത്യേകത? നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് 1000ങ്ങളും ലക്ഷങ്ങളും ലഭിക്കും, നിമിഷങ്ങൾക്കുള്ളിൽ ഒന്നും ലഭിക്കില്ല, ഒരു ഉറപ്പുമില്ല. മുസ്ലിങ്ങളായ ഞാനും നിങ്ങളും ചൂതാട്ടം നടത്താത്തവരാണ്. ഈ സദസ്സിൽ ആരും തന്നെ ചൂതാട്ടം നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ജീവിതം കൊണ്ട്, ആയുസ് കൊണ്ട് ഞാനും നിങ്ങളും ചൂതാടുന്നില്ലേ? നാളത്തെ സൂര്യോദയങ്ങളും നാളത്തെ സൂര്യാസ്തമയങ്ങളും ദർശിക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഞാൻ ധരിച്ച വസ്ത്രം ഞാൻ തന്നെ ഊരുമെന്ന് എന്താണ് ഉറപ്പ്? ഞാൻ ഇന്ന് കിടന്ന കട്ടിലിൽ തന്നെ നാളെ കിടക്കുമെന്നും എന്താണ് ഉറപ്പ്?
എന്നിട്ട് ഞാനും നിങ്ങളും ചൂതാട്ടം നടത്തുകയാണ്. ഇന്ന് ശ്രദ്ധാപൂർവം നമസ്കരിച്ചില്ല എങ്കിലും മരിക്കുന്നതിന് മുൻപ് കുറച്ചു നാളുകൾ കഴിഞ്ഞ് ശ്രദ്ധാപൂർവം നമസ്കരിച്ച് പരലോക വിജയം കരസ്ഥമാക്കണം. ഇന്ന് മസ്ജിദുകളിൽ കൃത്യമായി പോകുവാൻ പറ്റിയിട്ടില്ല എങ്കിലും മരിക്കുന്നതിന് മുൻപ് കൃത്യമായി മസ്ജിദുകളിൽ പോയി പരലോക വിജയം കരസ്ഥമാക്കണം. ഇന്ന് ദാനധർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിലും മരിക്കുന്നതിന് മുൻപ് ദാനധർമ്മങ്ങൾ ചെയ്ത് പരലോക വിജയം കരസ്ഥമാക്കണം. ഇന്ന് മറ്റുള്ളവരോട് മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ മരിക്കുന്നതിന് മുൻപ് നല്ല രീതിയിൽ പെരുമാറി പരലോക വിജയം കരസ്ഥമാക്കണം. എന്തുറപ്പാണുള്ളത്? അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുമെന്ന് എന്തുറപ്പാണുള്ളത്? എന്നിട്ട് ഞാനും നിങ്ങളും ആയുസ്സുകൊണ്ട് ചൂതാട്ടം നടത്തുകയാണ്. MD പരീക്ഷയുടെ റിസൾട്ട് വന്ന് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായ മകനെ സംബന്ധിച്ച് അതിനു മുൻപ് മകൻ മരിച്ചുപോയി. കണ്ണുനീരോടുകൂടി പിതാവ് പറഞ്ഞു, അവൻ പഠിച്ചതും അധ്വാനിച്ചതും വെറുതെയായല്ലോ എന്ന്.